നീറ്റ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നീറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നറിയില്ല, എവിടെ തുടങ്ങണം എന്നറിയില്ല. ഈ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതായത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തോ ഒരു വലിയ സംഭവമാണ് അല്ലേ. അത് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ റെഡി ആവണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആക്ച്വലി നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നീറ്റ് എക്സാം ഇത്രയും വലിയൊരു സംഭവമാവാൻ കാരണം ഒത്തിരി ആപ്ലിക്കൻസ് ഉള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 25 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അതിൻ്റെ സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. +1 +2 നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും കാര്യങ്ങൾ അതാണ് നിങ്ങളുടെ നീറ്റ് എക്സാമിന് വേണ്ടി ചോദിക്കുക. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഇതൊരു എൻട്രൻസ് എക്സാമാണ്, ഇതൊരു MCQ ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പബ്ലിക് എക്സാമിന് എഴുതുന്ന ക്വസ്റ്റ്യൻസ് പോലെയല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലൊരു ശരിയുത്തരമാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഇത്ര മണിക്കൂർ, 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ 180 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും പ്രാക്ടീസ് വേണം, അത്രയും നമ്മൾക്കത് നമ്മുടെ മെമ്മറിയിൽ ആ ഒരു ദിവസം കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും എന്നിങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട്, അതായത് +1 +2 പഠിച്ച് അതാക്കി ഇതാക്കി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നിങ്ങൾ പഠിക്കാൻ നിൽക്കുമ്പോഴേക്ക് നിങ്ങൾ 2 വർഷം ഇതാന്ന് പറയുമ്പോഴത്തേക്ക് പോകും. അപ്പം നമ്മൾ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനു വേണ്ടിയും വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭീകരമായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും മിസ് പറയണില്ല. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു +1 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ NCERTയിൽ നിങ്ങളുള്ള കാര്യങ്ങൾ അത് വൃത്തിയായിട്ട് പഠിക്കുക. അത് വൃത്തിയായിട്ട് പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇത് കുറച്ച് ഈസി ഒക്കെയാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി, പ്രത്യേകിച്ച് നമ്മളിപ്പം എക്സാമിനറിൻ്റെ AGNI ബാച്ച്, നമ്മുടെ +1 ബാച്ചിലൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് +1 ബാച്ചിലും നമ്മുടെ +2 ബാച്ചിലൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സാണ്. കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നിങ്ങളങ്ങനെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവും, നിങ്ങൾക്ക് പതിയെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എണ്ണം. ഇപ്പം നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സാമ്പിളാണ്, ഇപ്പം നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻ ചെയ്യുക. അതിൻ്റെ എണ്ണം പിന്നെ കൂട്ടി വരും. അങ്ങനെ പ്രോഗ്രസീവായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് കയറി പോകുമ്പം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, യെസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഒന്നിനും വേണ്ടി ഇത് റെഡി ആവട്ടെ, ഞാൻ അത് ശരിയാക്കട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. NCERT വെച്ച് പഠിച്ചു തുടങ്ങുക. പിന്നെ നമുക്ക് പതിയെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ Examwinnerൻ്റെ നീറ്റ് ബാച്ചിൽ, അതായത് നമ്മുടെ പൃഥ്വി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.